ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിലബസ് അക്കാദമി. എല്ലാവരും റെഡി അല്ലേ? ഇത്തവണ നമുക്ക് കേട്ട് ക്ലിയർ ചെയ്തെടുക്കണ്ടേ? കൃത്യമായ ഒരു പ്ലാനിങ് കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തവണ കേട്ടിട്ട് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഉഷാറല്ലേ? അപ്പോ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബയോളജിയിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, ഒരു ടോപ്പിക്കാണ് സീഡ് ജെർമിനേഷൻ. ചുമ്മാറതാ, എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു സിമ്പിൾ ടോപ്പിക്കാണ് സീഡ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. ചെറുപ്പത്തിലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, ഒരു വിത്ത് മുളപ്പിച്ച് ഒരു ചെടിയാക്കി മാറ്റാന്നുള്ളത്. അതറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നമ്മൾ പഠിച്ചത് പല പല സബ്ജക്റ്റ് ആയാലും എങ്ങനെയാണ് ഒരു പയർ വിത്ത് മുളപ്പിച്ചെടുക്കുക എന്നെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അത് ചെയ്യാത്ത ആരും തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സീഡ് മുളപ്പിച്ചെടുക്കുക, അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് അതിന് വേണ്ട ഫാക്ടേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് നമുക്ക് പോകാം. സീഡ് ജെർമിനേഷൻ. അപ്പോൾ അതിനു മുൻപായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് സീഡ്. നമുക്കറിയാലേ, വിത്താണ് സീഡ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ വിത്ത് എന്നാണ് പറയുന്നത്. ഫ്രൂട്ടിന്റെ ഉള്ളിൽ കാണുന്ന വിത്തുകളാണ് സീഡ്സ് അഥവാ സീഡ്. സീഡ്സ് ആർ പ്രൈമറി മീൻസ് ബൈ വിച്ച് പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ്. എങ്ങനെയാണ് ഒരു പ്ലാന്റ് റീപ്രൊഡ്യൂസ് ചെയ്ത് മറ്റൊരു പ്ലാന്റ് ആകുന്നത്, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മീഡിയേറ്റേഴ്സ് ആണ് ഈ സീഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? കാരണം എന്താ, ദേ ആർ ഡിസൈൻ ടു പ്രൊട്ടക്ട് ദ എംബ്രിയോ വിച്ച് ഡെവലപ്സ് ഇൻ ടു എ ന്യൂ പ്ലാന്റ്. ഇവർ ആരെയാണ് സംരക്ഷിച്ചു കൊണ്ടു നടക്കുന്നത്? എംബ്രിയോനെയാണ്. എംബ്രിയോ, ഭ്രൂണം എന്ന് പറയും. ഈ ഭ്രൂണത്തിനെയാണ് സീഡ് സറൗണ്ട് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടു നടക്കുന്നത്. ഈ എംബ്രിയോ ആണ് ഒരു പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി എന്താണ്, ദേ ജെർമിനേറ്റ് ഓൺലി വെൻ ദ ഫേവറബിൾ കണ്ടീഷൻ അറൈവ്സ്. അതായത് എപ്പോഴൊന്നും ഈ സീഡ് ജെർമിനേറ്റ് ചെയ്യില്ല. അതിന് തക്കതായിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആയിട്ട് വരുമ്പോൾ മാത്രമാണ് ഈ സീഡിന്റെ ഉള്ളിൽ നിന്ന് ആര് പുറത്തേക്ക് വരാം? എംബ്രിയോ പുറത്തേക്ക് വരാം. ഓക്കെ അല്ലെ? അപ്പോൾ ഇതാണ് നമുക്ക് സീഡ് ജെർമിനേഷൻ, അല്ലെങ്കിൽ എന്താണ് സീഡ് എന്നുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നത്. സീഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി മീൻസ് ബൈ വിച്ച് എ പ്ലാന്റ് റീപ്രൊഡ്യൂസ്. ഇനി ഈ ഒരു സീഡ് എന്തിനെയാണ് സറൗണ്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? എംബ്രിയോനെയാണ് സറൗണ്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സീഡിനെ മെയിൻലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. മോണോകോട്ടിലഡനസ് സീഡും ഡൈകോട്ടിലഡനസ് സീഡ്സും. എന്താണ് മോണോകോട്ടിലഡനസ്? ആ പേരിൽ തന്നെയുണ്ട്, മോണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നാണ് അർത്ഥം. ഇനി ഡൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡൈകോട്ടിലഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം രണ്ട് എന്നാണ്. അതായത് മോണോകോട്ടിലഡനസ് സീഡ്സ് അല്ലാതെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾ ആണ് മെയ്സും റൈസും, അല്ലെ? രണ്ടും നമുക്ക് കണ്ടിട്ടുള്ള ഓരോരോ ഫുഡ് ഐറ്റംസ് ആണ്. റൈസ് ആയാലും ശരി, മെയ്സ് ആയാലും ശരി. നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓഫർ ചെയ്യാനായിട്ട്, രണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല. അതിനെയാണ് നമ്മൾ മോണോ കോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. എന്താക്കിയാണ്? രണ്ട് കോട്ടിലിഡൻ എന്ന് പറയും. ഈ സീഡിന്റെ അകത്തുള്ള ഒരു പരിപ്പ് പോലെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് കോട്ടിലിഡൻ എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സീഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ മോണോകോട്ടിലഡനസ് സീഡ് എന്ന് പറയും. ഇനി നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് എടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ അതിനെ ഡൈകോട്ടിലഡനസ് സീഡ് എന്നും പറയാറുണ്ട്. ഈ ഡൈകോട്ടിലഡനസ് സീഡ്സിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് നട്ട് ഉണ്ട്, ബംഗാൾ ഗ്രാം ഉണ്ട്, കടലയും കപ്പലണ്ടിയും. കപ്പലണ്ടിയെ തന്നെ നിലക്കടല എന്നും പല സ്ഥലങ്ങളിൽ പറയാറുണ്ട്. ഇത് രണ്ടും നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുന്ന സീഡ്സ് ആണ്. അതാണ് വ്യത്യാസം, മോണോകോട്ടിലഡനസ് സീഡ്സും ഡൈകോട്ടിലഡനസ് സീഡ്സും. ഇതാണ് നമ്മൾ പഠിക്കുന്ന രണ്ട് ടൈപ്പ് ഓഫ് സീഡ്സ്. ഓക്കെ, ഇനി അടുത്തതാണ് രണ്ട് ടേംസ് ആണ് റാഡിക്കിളും പ്ലൂമ്യൂളും. എന്താണ് റാഡിക്കിൾ, എന്താണ് പ്ലൂമ്യൂൾ? റാഡിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി റൂട്ട് ആണ്. അതുപോലെ തന്നെ പ്രൈമറി ഷൂട്ട് ആണ് പ്ലൂമ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ റാഡിക്കിൾ, ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് റാഡിക്കിൾ, ആർ വെച്ച് തുടങ്ങുന്നതാണ്. റൂട്ട് ആർ വെച്ച് തുടങ്ങുന്നതാണ്. അപ്പൊ റാഡിക്കിൾ എന്ന് പറയുന്നത് പ്രൈമറി റൂട്ട് ആണ്. പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് പ്രൈമറി ഷൂട്ട് ആണ്.
അതായത് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന ആൾക്കാരാണ് റാഡിക്കിൾ എന്ന് പറയുന്നത്. താഴെ ഒരു ജിഫ് കണ്ടായിരുന്നു, കണ്ടോ? ആ ഒരു സീഡ് മുളക്കുമ്പോൾ ആദ്യം താഴേക്കുള്ള ഒരു വൈറ്റ് പാർട്ട്, അതാണ് അതിന്റെ റാഡിക്കിൾ. അത് കഴിഞ്ഞിട്ടാണ് മുകളിലേക്ക് ഒരു പ്ലിമ്യൂള് ഷൂട്ട് പാർട്ട് വരാം. ഷൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫും സ്റ്റെമ്മും അടങ്ങിയിട്ടുള്ള ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഷൂട്ട് എന്നെപ്പോഴും പറയാം. അതായത് മണ്ണിന്റെ മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് എപ്പോഴും ഷൂട്ടായിട്ട് നമ്മൾ പറയാം. അപ്പോൾ ഈ പ്ലിമ്യൂളാണ് ഷൂട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ആദ്യം സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യം റൂട്ട് ഉണ്ടാവുന്നു, അതായത് പ്രൈമറി റൂട്ട് ആയിട്ടുള്ള റാഡിക്കിൾ ഉണ്ടാവുന്നു. ശേഷം പ്ലിമ്യൂൾ ഉണ്ടാവുന്നു. ഇത് രണ്ടും എംബ്രിയോന്റെ പാർട്ടാണ്. എംബ്രിയോന്റെ രണ്ട് പാർട്ടാണ് ഈ റാഡിക്കിളും പ്ലിമ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ റാഡിക്കിൾ ഇറ്റ് ഇസ് എ പ്രൈമറി റൂട്ട്. വെൻ എ സീഡ് ജെർമിനേറ്റ്സ് റാഡിക്കിൾ എമർജസ് ഫസ്റ്റ്. ആദ്യം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ആദ്യം എമർജ് ചെയ്യുന്നത് ആരാണ്? റാഡിക്കിൾ ആണ്. അത് പിന്നീട് എന്തായിട്ട് മാറുന്നു? റൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി പ്ലിമ്യൂളോ? പ്ലിമ്യൂള് റാഡിക്കലിന് ശേഷമാണ് ജെർമിനേറ്റ് ചെയ്യുക. അത് പ്രൈമറി ഷൂട്ടായിട്ട് മാറുന്നു. പിന്നീട് അത് ലേറ്റർ ഓൺ അതിൽ നിന്ന് ലീവ്സും സ്റ്റെമ്മും ഒക്കെ നീണ്ട് നീണ്ട് മുകളിലേക്ക് വളരുമ്പോൾ അതൊരു സീഡ്ലിംഗ് ആയിട്ട് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സീഡ്ലിംഗ് ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പാർട്സ് ഒക്കെ ഓരോന്നായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ റാഡിക്കൽ എന്താണ്, പ്ലിമ്യൂൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനിയാണ് ഒരു ടോപ്പിക് സീഡ് ഡോർമൻസി. അതായത് ഒരു സീഡ് ഒരു ഫ്രൂട്ടിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മണ്ണിൽ വീണാൽ മുളയ്ക്കണം എന്നില്ല. കാരണം അതൊരു റെസ്റ്റിംഗ് പീരീഡിൽ പോകും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഈ ഒരു സീഡ് മുളയ്ക്കുന്നതിന് കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ അനിവാര്യമായിട്ട് വരും. ആ ഒരു കണ്ടീഷൻ അറൈവ് ചെയ്യുന്ന ആ ഒരു സമയം വരെ അത് ഇനാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഡോർമെന്റ് സ്റ്റേജിലിരിക്കും. അതിനെയാണ് നമ്മൾ സീഡ് ഡോർമെൻസി എന്ന് പറയുക. വിത്തിൻ ദ സീഡ് ദ എംബ്രിയോ ഈസ് ഇൻ ഇനാക്റ്റീവ് സ്റ്റേജ്. ഈ സീഡിന്റെ അകത്തിരിക്കുന്ന എംബ്രിയോ എന്ത് ചെയ്യാണ്? ഉറങ്ങിയാണ്, അല്ലെ? അല്ലെങ്കിൽ അവർ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുകയാണ്. ആ ഒരു സ്റ്റേജിനെയാണ് സീഡ് ഡോർമെൻസി എന്ന് പറയുക. ഇനി ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന്റെ അകത്ത് ഉറങ്ങിക്കിടന്ന ആൾ എണീക്കും. അതാരാ? എംബ്രിയോ, അല്ലെ? എംബ്രിയോ എണീറ്റ് അല്ലെങ്കിൽ എംബ്രിയോ എമർജ് ചെയ്ത് ഒരു സീഡ്ലിംഗ് ആയിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സീഡ് ജെർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സ് നടക്കും. അണ്ടർ സ്പെസിഫിക് എൻവയോൺമെന്റൽ കണ്ടീഷൻ ദ ഡോർമെന്റ് സ്റ്റേജ് ബ്രേക്സ്. ആ ഒരു ഡോർമെന്റ് സ്റ്റേജ് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യപ്പെടുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? And the embryo arouse and become active and start germinating. അതെന്ത് ചെയ്യുന്നു? ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അതുടനെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എൻവയോൺമെന്റ് എത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആ ഒരു ജെർമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു സീഡിലിന്റെ അല്ലെങ്കിൽ ആ ഒരു സീഡിന്റെ അകത്ത് നിന്ന് എംബ്രിയോ സീഡ്ലിംഗ് ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? സീഡ് ജെർമിനേഷൻ എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. തേക്കിന്റെ കുരു അല്ലെങ്കിൽ ആ പറയുന്ന സീഡ് നിലത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും മുളച്ച് അത് സീഡ്ലിംഗ് ആയിട്ട് മാറില്ല. ഈ തേക്കിന്റെ ഇലകൾ കൂട്ടിയിട്ട് കത്തിക്കില്ലേ? അങ്ങനെ കത്തിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനൊരു ടെമ്പറേച്ചർ കിട്ടും, അല്ലെങ്കിൽ അതിനൊരു ചൂട് കിട്ടും. ഇനി അവിടെ ഒരു മഴയും കൂടെ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തണുപ്പ് വരും. അങ്ങനെ ഒരു കൂട്ടിയിട്ട ഒരു കത്തിക്കലും പിന്നെ ഒരു മഴയും ചെല്ലുമ്പോഴാണ് ഇതിന്റെ അകത്ത് നിന്നുള്ള ഈ ഒരു എംബ്രിയോ എണീറ്റ് വരാ, അല്ലെങ്കിൽ ഈ ഒരു ഡോർമെന്റ് സ്റ്റേജ് ബ്രേക്ക് ചെയ്ത് എംബ്രിയോ പുറത്തേക്ക് വന്ന് അതൊരു തൈയായിട്ട്, അല്ലെ, ഒരു സീഡ്ലിംഗ് ആയിട്ട് മാറുന്നത് അപ്പോഴായിരിക്കും. അതിന്റെ കുറച്ച് വലിയൊരു പ്രോസസ്സാണ്. തേക്കിന്റെ ഒരു സീഡ്ലിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു തേക്കിന്റെ സീഡ്ലിംഗ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയൊരു അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രോസസ്സാണ്. അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കാന്നുള്ളത്. അപ്പൊ ഈ ഒരു സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഇനാക്റ്റീവ് സ്റ്റേജിനെയാണ് നമ്മൾ സീഡ് ഡോർമെൻസി എന്ന് പറയുക. ഡോർമെൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള, ഇനർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് സീഡ് ഡോർമെൻസി. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് സീഡ് ഡോർമെൻസി എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി എന്താണ് പഠിക്കാനുള്ളത്? നമുക്ക് സ്റ്റെപ്സ് പഠിക്കാനുണ്ട്. സീഡ് ജെർമിനേഷന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ സീഡ് അബ്സോർബ്സ് വാട്ടർ കോസിങ് ഇറ്റ്സ് പോട്ട് ടു സ്വെൽ ആൻഡ് സോഫ്റ്റൻ. സീഡ് എവിടെയാണ് കിടക്കുന്നത്? മണ്ണിലാണ് കിടക്കുന്നത്, അല്ലെ?
ഈ മണ്ണിൽ കിടക്കുന്ന സീഡ്, മണ്ണിൽ എന്തുണ്ടാകും? നോർമലി വാട്ടർ ഉണ്ടാകും. ഈ വാട്ടറിനെ അബ്സോർബ് ചെയ്തെടുത്തിട്ട് ഈ സീഡിന്റെ പുറത്തൊരു കോട്ട് ഉണ്ട്, അതിനെ നമ്മൾ സീഡ് കോട്ട് എന്നാണ് പറയുക. ഈ സീഡ് കോട്ട് സ്വെൾ ചെയ്ത് അതൊന്ന് സോഫ്റ്റൻ ആകും. അതാണ് ആദ്യത്തെ പ്രോസസ്സ്. നമ്മൾ അതിനെ ഇംബൈബിഷൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ആദ്യം നടക്കുക. അതായത് സീഡ് സറൗണ്ടിങ് സോയിൽ നിന്ന് വാട്ടർ കളക്ട് ചെയ്തിട്ട് ഈ സീഡ് കോട്ട് ഒന്ന് സോഫ്റ്റൻ ആവുന്നു, സ്വെള്ളപ്പ് ചെയ്ത് സോഫ്റ്റൻ ആവുന്ന പ്രോസസ്സാണ് ആദ്യത്തേത്. ഇനി എന്ത് സംഭവിക്കുന്നു? ദ വാട്ടർ ആക്ടിവേറ്റ്സ് എൻസൈംസ് ദ സ്റ്റാർട്ട് പ്ലാന്റ്സ് ഗ്രോത്ത്. ഈ പ്ലാന്റ് ഗ്രോത്തിനെ സഹായിക്കുന്ന കുറച്ച് എൻസൈംസ് ഈ സീഡിൽ ഉണ്ടാകും. അതിനെ ആര് വന്ന് ആക്ടിവേറ്റ് ചെയ്യും? വാട്ടർ വന്ന് ആക്ടിവേറ്റ് ചെയ്യും. വാട്ടർ അകത്തേക്ക് കയറി വന്ന് തട്ടി എണീപ്പിക്കും. ഞങ്ങൾ വന്നിട്ടുണ്ട്, വേഗം പണി തുടങ്ങിക്കോ, സീഡ് ജെർമിനേറ്റ് ചെയ്യാനുള്ള സമയമായിട്ടെന്ന് പറഞ്ഞിട്ട് ഈ എൻസൈംസിനെ അവർ ആക്ടിവേറ്റ് ചെയ്യിക്കും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ദ സീഡ് ഗ്രോസ് റൂട്ട് ടു ആക്സസ് വാട്ടർ അണ്ടർഗ്രൗണ്ട്. എന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു പ്രോസസ്സ്. അതായത് റാഡിക്കൽ ഉണ്ടാവുന്നു, പ്രൈമറി റൂട്ട് ഉണ്ടാകുന്നു. ഇനി അടുത്തത് എന്തായിരിക്കും ഉണ്ടാവുക? ഷൂട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ പ്ലിമ്യൂൾ ഉണ്ടാകും. ദ സീഡ് ഗ്രോസ് ഷൂട്ട്സ് ദാറ്റ് ഗ്രോ ടുവേർഡ്സ് സൺ. ഷൂട്ട് എപ്പോഴും എങ്ങനെ വളരുള്ളൂ? സണ്ണിന് ടുവേർഡ്സ് ആയിട്ടായിരിക്കുള്ളൂ വളരുക, അല്ലെങ്കിൽ സണ്ണിന് എവിടെയാണോ സൂര്യൻ ഇരിക്കുന്നത് അങ്ങോട്ടേക്കായിരിക്കും എപ്പോഴും ഷൂട്ട് വളരുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം എന്ത് സംഭവിച്ചു? സറൗണ്ടിങ് സോയിൽ നിന്ന് വാട്ടർ കളക്ട് ചെയ്തിട്ട് സീഡിന്റെ സീഡ് കോട്ട് സ്വെള്ളപ്പ് ചെയ്ത് സോഫ്റ്റനായി. അടുത്തത് എന്ത് സംഭവിച്ചു? ഈ വാട്ടർ വന്ന് ആരെ ആക്ടിവേറ്റ് ചെയ്തു? എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്തു. പ്ലാന്റ് ഗ്രോത്ത് തുടങ്ങാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. ഇനി മൂന്നാമത്തെ കാര്യം എന്ത് സംഭവിച്ചു? റാഡിക്കിൾ ഉണ്ടായി, പ്രൈമറി റൂട്ട് അവിടെ ഉണ്ടായി. നാലാമത് എന്ത് സംഭവിച്ചു? പ്ലിമ്യൂൾ ഉണ്ടായി, അല്ലെങ്കിൽ പ്രൈമറി ഷൂട്ട് ഉണ്ടായി. ഇനി അഞ്ചാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ ഷൂട്ട് ഗ്രോസ് ലീവ്സ് ആൻഡ് ബിക്കം സീഡ്ലിംഗ്. ഷൂട്ടിലേക്ക് ആരൊക്കെ വരുന്നു? ലീവ്സ് വരുന്നു. അങ്ങനെ സ്റ്റെമ്മും ലീഫും അടങ്ങിയിട്ടുള്ള ആ ഒരു ഷൂട്ടിന്റെ പോർഷൻ ഗ്രോ ചെയ്ത് വളർന്ന് വലുതായി ഒരു കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സീഡ്ലിംഗ് ആയിട്ട് മാറുന്നു. ഇത്രയുമാണ് നമ്മുടെ സീഡ് ജെർമിനേഷന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. എന്തൊക്കെയാണ് ഈ സീഡ് ജെർമിനേഷന് വേണ്ട ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സീഡ് ജെർമിനേഷന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് നമ്മൾ 3 ഫാക്ടേഴ്സ് ആണ് പഠിക്കുന്നത്. വാട്ടർ, എയർ, സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. വാട്ടർ, ഓഫ് കോഴ്സ് വാട്ടർ ആവശ്യമാണ് അല്ലെ? ഈ എൻസൈംസിനൊക്കെ ആരാ ആക്ടിവേറ്റ് ചെയ്യുന്നത്? വാട്ടർ ആണ്. വാട്ടർ അവിടെ നിന്ന് കിട്ടും, സോയിലിൽ നിന്ന് കിട്ടും. എവിടെയാണോ ഈ ഒരു പ്ലാന്റ് കാണുന്നത്, ആ സറൗണ്ടിങ്, അല്ലെങ്കിൽ എവിടെയാണോ ആ സീഡ് മുളയ്ക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്, അതിന്റെ സറൗണ്ടിങ് ഏരിയയിൽ നിന്ന് സീഡ്സ് വാട്ടർ കളക്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? എയർ ആണ് അല്ലെ? എയറും അത്യാവശ്യമാണ്, ഓക്സിജൻ വളരെ അത്യാവശ്യമാണ്. ദേ നീഡ് അഡിക്വേറ്റ് ഓക്സിജൻ ഫോർ ജെർമിനേഷൻ. അഡിക്വേറ്റ് ആയിട്ടുള്ള ഓക്സിജൻ അവർക്ക് വളരെ അത്യാവശ്യമാണ് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ. ഇനി മൂന്നാമത്തെ ഫാക്ടർ ആണ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ വളരെ കുറയാനോ വളരെ കൂടാനോ പാടില്ല. ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഒരു കൃത്യമായ ഒരളവിലുള്ള ഒരു ടെമ്പറേച്ചർ, ചൂട് ഉണ്ടെങ്കിൽ മാത്രമാണ് സീഡ്സ് ജെർമിനേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ. ഇനി വേറെ 2 ഫാക്ടേഴ്സ് ഉണ്ട്, സോയിലും സൺലൈറ്റും. ഇതെത്ര നെസസറി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അത്യാവശ്യമൊന്നുമില്ല. ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാനായിട്ട് അത്രയ്ക്ക് അത്യാവശ്യമില്ലാത്ത 2 ഘടകങ്ങളാണ് ഈ സോയിലും സൺലൈറ്റും. സൺലൈറ്റ് നമുക്ക് എപ്പോഴാണ് ആവശ്യം എന്ന് അറിയാമോ ഒരു പ്ലാന്റിന്? ഓക്കെ, നിങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിനെയാണ് സൺലൈറ്റ് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. പക്ഷെ ഈ സൺലൈറ്റ് സീഡ് ജെർമിനേറ്റ് ചെയ്യാനായിട്ട് അത്ര അത്യാവശ്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ മെയിൻ ആയിട്ട് പ്ലാന്റിന് സീഡ് ജെർമിനേഷൻ ആവശ്യമുള്ള 3 ഫാക്ടേഴ്സ് ആണ് വാട്ടറും എയറും പിന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറും. വെറുതെ ടെമ്പറേച്ചർ എന്നല്ല പറയുന്നത്, സ്യൂട്ടബിൾ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതായത് നമുക്ക്
ആ ഒരു പ്ലാന്റിന് ആ ഒരു സീഡിൽ അല്ലെങ്കിൽ ആ ഒരു സീഡിന് ടെമ്പറേച്ചർ വളരെ കുറയാനോ അല്ലെങ്കിൽ വളരെ കൂടാനോ അല്ലെങ്കിൽ വളരെ കൂടാനോ പാടില്ല. അപ്പൊ ഈ ഒരു 3 ഫാക്ടേഴ്സ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു സോയിൽ അത്ര അത്യാവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ പ്ലാന്റിന് വേണ്ടിയിട്ട്, ഒരു പ്ലാന്റ് ഉണ്ടാവാനായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കുന്ന 2 ടോപ്പിക്കുകളാണ് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിൽ, അതായത് മണ്ണില്ലാതെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും, മണ്ണില്ലാതെ നമുക്ക് പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ 2 എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. ഇപ്പൊ ഇത് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യാറുണ്ട്. ലീഫി വെജിറ്റബിൾസ് ഒക്കെ മെയിൻ ആയിട്ട് ഈ ഹൈഡ്രോപോണിക്സ് വഴി ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മിക്ക വീടുകളിലും നമ്മളിത് ടെറസിന്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു സൈഡിൽ ഒരു ഷെഡിലായിട്ടോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലെ. മെയിൻ ആയിട്ടും ലീഫി വെജിറ്റബിൾസ് ആണ്, ലെറ്റ്യൂസ് പോലെയുള്ള ലീഫി വെജിറ്റബിൾസ് ആണ് ഈ ഒരു ഹൈഡ്രോപോണിക്സ് മെത്തേഡ് വഴി എപ്പോഴും ഗ്രോ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈഡ്രോപോണിക്സും ഉണ്ട് എയറോപോണിക്സും ഉണ്ട്. ആ ഒരു 2 ടേംസ് നോക്കിയേ. ഹൈഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഒരു സയന്റിഫിക് ടേം അനുസരിച്ചിട്ട് ഹൈഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വാട്ടറിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർ എന്നുകൊണ്ടാണ് ഈ ഹൈഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം മീൻ ചെയ്യുന്നത്. അപ്പൊ എയറോയോ, എയർ അല്ലെ. എയറിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റോള് എന്തിലുണ്ട്, എയറോപോണിക്സിലുണ്ടാകും. അപ്പൊ അതൊന്ന് കറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മെയിൻ ആയിട്ട് വാട്ടർ ആയിരിക്കും, എയറോപോണിക്സ് എന്ന് വെച്ചാൽ എയർ ആയിരിക്കും, അല്ലെങ്കിൽ എയറിൽ വളർത്തുന്നതായിരിക്കും. അതൊന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കാം. അപ്പൊ ആദ്യത്തെയാണ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ. കണ്ടോ, ആ ചെടികളെല്ലാനും ഗ്രോ ചെയ്തിരിക്കുന്ന മണ്ണിലല്ല, പകരം ഓരോരോ ഒരു കുഴലാണ്. ആ ഒരു കുഴലില് ഹോൾ ഇട്ടിട്ട് അതിന്റെ അകത്താണ് ഇറക്കി വെച്ചിരിക്കുന്നത് അല്ലെ. ആ ഒരു കുഴലിൽ എന്തായിരിക്കും, സോയിലായിരിക്കില്ല, പകരം എന്തായിരിക്കും, ന്യൂട്രിയൻ സൊല്യൂഷൻ ആയിരിക്കും. ഒരു ന്യൂട്രിയൻസ് ഒരു പ്ലാന്റിന് വളർന്ന ആവശ്യം, അല്ലെങ്കിൽ വലുതാവണമെങ്കിൽ അതിന് കുറച്ച് മിനറൽസ് ഒക്കെ അത്യാവശ്യമാണ് അല്ലെ. അതിന് വേണ്ടിയിട്ടില്ല നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോ ഈ ഒരു ന്യൂട്രിയൻ സൊല്യൂഷൻ ആയിരിക്കും ഈ പറയുന്ന അല്ലെങ്കിൽ ഈ കാണുന്ന കുഴലുകളിൽ കാണുക. ഇനി അടുത്തതാണ് എയറോപോണിക്സ്. എയറോപോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ plants are grown in such a way that their roots grow into air and nutrients are sprayed directly on roots. അതായത് എയറിലാണ് ഇരിക്കുന്നത്. ആ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം അല്ലെ, എയറിലാണ് അതിന്റെ റൂട്ട് ഇരിക്കുന്നത്, മണ്ണിലൊന്നും അല്ല, ഒരു ന്യൂട്രിയന്റ് സൊല്യൂഷനിലും അല്ല. പകരം നമ്മൾ ഈ ന്യൂട്രിയന്റ് സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. എവിടേക്ക്, ഇതിന്റെ റൂട്ടിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എയറോപോണിക്സ് എന്ന് പറയുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് ഹൈഡ്രോപോണിക്സ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം, ന്യൂട്രിയന്റ് സൊല്യൂഷൻ ആണ്. നമുക്ക് മണ്ണില്ലാതെ തന്നെയല്ലേ നമ്മൾ ഇവിടെയും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എയറോപോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, അത് ഒരു ന്യൂട്രിയന്റ് സൊല്യൂഷനിലൊന്നുമല്ല, എയറിലാണ് എക്സ്പോസ് ചെയ്തിരിക്കുക അതിന്റെ റൂട്ട്സ്. ആ റൂട്ടിലേക്കാണ് നമ്മൾ ന്യൂട്രിയന്റ് സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ. കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിൽ, എങ്ങനെയാണ് സോയിൽ ഇല്ലാതെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 മാർഗങ്ങൾ. ഇതിൽ കൂടുതൽ മാർഗങ്ങളുണ്ട്. നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു 2 മെത്തേഡുകളാണ്. ഓക്കെ, നമുക്കിനി ആദ്യം തൊട്ട് എന്താണ് പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. സീഡ്സ് ആർ എന്താണ്, പ്രൈമറി മീൻസ് ഓഫ്, അല്ലെങ്കിൽ പ്രൈമറി മീൻസ് ബൈ വിച്ച് പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ സഹായിക്കുന്ന ഒരു മീഡിയേറ്റേഴ്സ് ആണ് സീഡ്സ് എന്ന് പറയുന്നത്. സീഡ്സിന്റെ അകത്ത് ആരെ കാണുന്നു, എംബ്രിയോസിനെ കാണുന്നു. മെയിൻ ആയിട്ട് 2ആയിട്ട് നമുക്ക് ഈ സീഡ്സിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. മോണോകോട്ടിലഡനസ് സീഡ്സും ഡൈകോട്ടിലഡനസ് സീഡ്സും. അതിന്റെ പ്രത്യേകതകൾ ഓർത്തിരിക്കണം. ഇനി നമ്മൾ പഠിച്ചത് റാഡിക്കലും പ്ലിമ്യൂളുമായിരുന്നു. റാഡിക്കൽ എന്താണ്, പ്രൈമറി റൂട്ട് ആണ്. പ്ലിമ്യൂൾ എന്ന് പറയുന്നത് പ്രൈമറി ഷൂട്ട് ആണ് എന്ന് ഓർത്തിരിക്കുക. റാഡിക്കൽ റൂട്ട് സിസ്റ്റം ഉണ്ടാകാനായിട്ടും പ്ലിമ്യൂള് ഷൂട്ട് സിസ്റ്റം ഉണ്ടാകാനായിട്ടും സഹായിക്കുന്നു. ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എമർജ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്ന റാഡിക്കൽ ആണ്. അത് രണ്ടും ഓർത്തിരിക്കുക. പിന്നെ എന്താണ് സീഡ് ഡോർമൻസി? സീഡിന്റെ അകത്ത് എംബ്രിയോ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആ ഒരു പീരീഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിനെയാണ് സീഡ് ഡോർമൻസി എന്ന ആ ഒരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇനി സ്റ്റെപ്സ് ഇൻ സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേഷന്റെ സ്റ്റെപ്സുകൾ 5 ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ഓർഡറിൽ ഓർത്തിരിക്കുക. ആദ്യം തന്നെ ഇംബൈബിഷൻ നടക്കുന്നു, അതായത് ഈ സീഡ് കോട്ട് അടുത്തുള്ള സറൗണ്ടിങ് വാട്ടർ കളക്ട് ചെയ്തിട്ട് സീഡ് കോട്ട് സോഫ്റ്റൻ ആവുന്നു. അതിനുശേഷം ഈ ഒരു വാട്ടർ എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. ദെൻ റാഡിക്കൽ അവിടെ ഫോം ചെയ്യുന്നു. ദെൻ ഷൂട്ട്, അതായത് പ്ലിമ്യൂള് ഫോം ചെയ്തു, ഷൂട്ട് ഉണ്ടാകുന്നു. ഫൈനലി ഒരു സ്റ്റെമ്മും ലീഫുമുള്ള ഒരു പിന്നെ റൂട്ടുമുള്ള ഒരു കംപ്ലീറ്റ് സീഡ്ലിംഗ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു ഈ ഒരു സീഡ്. ആ ഒരു സ്റ്റെപ്പുകൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഫാക്ടേഴ്സ് അത്യാവശ്യമുള്ളത് സീഡ് ജെർമിനേഷൻ ആണ് കേട്ടോ, അത് കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. വാട്ടർ, എയർ ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. ഇനി സോയിൽ ഇല്ലാതെ എങ്ങനെ കൾട്ടിവേഷൻ സാധ്യമാക്കും? മെയിൻ ആയിട്ട് 2 മെത്തേഡുകളാണ് പറയുന്നത്, ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. ഇനി നമുക്കതിലെ ഒരു 2-3 സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമുക്കത് പഠിച്ചതെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്, കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, വാട്ട് ആർ ദ മേജർ ഫാക്ടേഴ്സ് നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ? നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ അല്ലെ, വാട്ടർ, എയർ, ടെമ്പറേച്ചർ, ഓൾ ഓഫ് ദ അബവ്. എന്താണ് ആൻസർ? ഓൾ ഓഫ് ദ അബവ്. ഇനി സീഡ് ഡോർമൻസി അലൗസ് ദ പ്ലാന്റ് ടു. സീഡ് ഡോർമൻസി എന്തിനെ സഹായിക്കുന്നു? ഡെവലപ്പ് ഹെൽത്തി സീഡ്സ്, റെഡ്യൂസ് വയബിലിറ്റി, ഓവർകം അൺഫേവറബിൾ കണ്ടീഷൻ, പ്രിവെന്റ് ഡിറ്റീരിയോറേഷൻ ഓഫ് സീഡ്സ്. അതായത് സീഡ് നശിച്ചു പോകാതിരിക്കാനായിട്ട്, പ്രിവെന്റ് ഡിറ്റീരിയോറേഷൻ സീഡ്സ് എന്ന് വെച്ചാൽ സീഡ് നശിച്ചു പോകാതിരിക്കാനായിട്ട്. ഇനി വയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീഡിനെ എമർജ് ചെയ്ത് സീഡ്ലിംഗ് ആകാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ സീഡ് വയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ എന്താണ് ആൻസർ ഇതിനകത്ത്? ഓവർകം അൺഫേവറബിൾ കണ്ടീഷൻ. അൺഫേവറബിൾ കണ്ടീഷൻ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഈ സീഡ് ഡോർമൻസി കൊണ്ട്, അല്ലെങ്കിൽ ഈ സീഡ് ഡോർമൻസി എന്ന് പറയുന്നത് പ്ലാന്റ്സിനെ സഹായിക്കുന്നത് ഈ ഒരു അൺഫേവറബിൾ കണ്ടീഷൻ ഓവർകം ചെയ്യാനായിട്ടാണ്. ഇനി ഹൈഡ്രോപോണിക്സ് ഇസ് ദ മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് വിത്തൗട്ട് ദ യൂസ് ഓഫ്, എന്തിന്റെ യൂസ് ഇല്ലാതെ? സോയിലിന്റെ യൂസ് ഇല്ലാതെ. The form of hydroponics that does not require a growing medium. Growing medium ആവശ്യമില്ലാത്ത ഹൈഡ്രോപോണിക് മെത്തേഡ് ഏതാണ്? എയറോപോണിക്സ് ആണ് അല്ലെ. അവിടെ എന്താണ്? ഒരു ഗ്രോ മീഡിയം ഇല്ല, അത് എക്സ്പോസ് ചെയ്തിട്ടായിരിക്കാം റൂട്ടിലേക്കാണ് നമ്മൾ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.